reactants of organic compound. So, പ്രധാനമായിട്ടും പഠിക്കുന്നത് ആദ്യം 5 ടൈപ്പ് റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, സെക്കൻഡ് വൺ അഡിഷൻ റിയാക്ഷൻ, തേർഡ് വൺ കമ്പഷൻ റിയാക്ഷൻ, ഫോർത്ത് വൺ പോളിമറൈസേഷൻ, and fifth one thermal cracking. ഇങ്ങനെ 5 ടൈപ്പ് റിയാക്ഷൻ ആണ് നമുക്ക് ആദ്യം പഠിക്കുന്നത്. ഓരോ എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ CH4 react with Cl2 to give. അപ്പോൾ CH4 react with Cl2. നിങ്ങൾക്ക് സാധാരണ ചോദിക്കുന്നത് ഈ 5 റിയാക്ഷനുകൾ ഒന്നെങ്കിൽ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും, പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാറ്. അപ്പോൾ 5 റിയാക്ഷൻ പേര് പറഞ്ഞിരിക്കണം, ഓരോ റിയാക്ഷൻസ് എങ്ങനെയാണ് എഴുതിയത്. ഫസ്റ്റ് CH4 plus Cl2. അപ്പോൾ CH4 ഇതൊരു ആൽക്കെയിനാണ്. അപ്പോൾ ആൽക്കെയിനാണ് നടക്കുന്ന റിയാക്ഷന്റെ പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ആൽക്കെയിനും ഒരു ആഡ് ചെയ്യാൻ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നിങ്ങൾ ചെയ്യുന്നത് ഇതിൽ ഒരു ഹൈഡ്രജൻ എടുത്ത് കളയുക, പകരം തന്നിരിക്കുന്നതിൽ നിന്ന് ഒന്നത്തെ കൊടുക്കും. അപ്പോൾ CH4 നിന്ന് ഒരെണ്ണം പോയാൽ CH3, പകരം ഒരെണ്ണം തന്നെ കൊടുക്കുമ്പോൾ Cl. കാരണം ഇവിടെ Cl2 എന്ന് പറഞ്ഞാൽ Cl, Cl, രണ്ട് Cl ഉണ്ട്. അതിൽ ഒരെണ്ണത്തെ അകത്തേക്ക് കൊടുത്തു, ഒരു ഹൈഡ്രജൻ കാണും. അപ്പോൾ ഒരു ഹൈഡ്രജൻ പുറത്തേക്ക് വന്നു, ഒരു ക്ലോറിൻ വരുന്നു. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന ബൈ പ്രോഡക്റ്റ് HCl. ഇങ്ങനെ ബൈ പ്രോഡക്റ്റ് HCl HBr എന്നൊക്കെ വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ചെയ്യുന്നത് ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം ഒരു ആറ്റത്തെയോ ആറ്റം ഗ്രൂപ്പിനെയോ കൊടുക്കുമ്പോൾ വരുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നടക്കുന്നത് ആൽക്കെയിനാണ്. രണ്ടാമത്തെ റിയാക്ഷൻ അഡിഷൻ. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 to give. ഇത് നോക്കിയാൽ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് ആൽക്കീൻ. ഒരു ആൽക്കീനകത്തോ ആൽക്കൈനകത്തോ നടക്കുന്ന റിയാക്ഷൻ പേരാണ് അഡിഷൻ. അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അതിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് അഡിഷൻ റിയാക്ഷൻ. അത് ചെയ്തിട്ട് മാത്രം ഡബിൾ ബോണ്ട് കിടക്കുന്ന ഭാഗത്തിന് ലെഫ്റ്റ് സൈഡ് ഒരാറ്റത്തെ ആക്കി, റൈറ്റ് സൈഡ് അടുത്ത ആറ്റത്തെ ആക്കി. അപ്പൊ H2 എന്ന് പറഞ്ഞാൽ രണ്ടാറ്റം ഉണ്ടല്ലോ, H, രണ്ട് H ചേരുമ്പോഴാണ് H. അതിൽ ഒരാറ്റത്തെ ഡബിൾ ബോണ്ടിന്റെ ലെഫ്റ്റിലും ഒരാറ്റത്തെ ഡബിൾ ബോണ്ടിന്റെ റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുക. എന്നിട്ട് പ്രോഡക്റ്റ് എഴുതുമ്പോൾ ഡബിൾ ബോണ്ട് വേണ്ട, സിംഗിൾ ബോണ്ട്. അതായത് ഡബിൾ ബോണ്ട് ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ആവണം, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഡബിൾ ബോണ്ട് ആവണം. ഒരു ബോണ്ട് കുറച്ച് വരും. അപ്പൊ CH2 അതിനോട് H വരുമ്പോൾ CH3, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. അടുത്ത CH2 H വരുമ്പോൾ CH3. ഇങ്ങനെ ഒരേ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഏത് റിയാക്ഷൻ? അഡിഷൻ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ഡബിൾ ബോണ്ടിലും ട്രിപ്പിൾ ബോണ്ടിലും നടക്കുന്ന റിയാക്ഷൻ അഡിഷൻ റിയാക്ഷൻ, സിംഗിൾ ബോണ്ടിൽ അല്ലെങ്കിൽ ആൽക്കീനകത്ത് നടക്കുന്ന റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ട്, HCl നും HBr നും HA എന്നൊക്കെ വരും. H ചേർത്ത് ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് എങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. മൂന്നാമത്തേത് കമ്പഷൻ. CH4 plus O2. O2 ആയിട്ടുള്ള റിയാക്ഷൻ, O2 എന്ന് എഴുതിയിട്ടുണ്ടോ? റിയാക്ഷന്റെ പേര് കമ്പഷൻ. അപ്പൊ O2 ആയിട്ടുള്ള റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് കമ്പഷൻ. പ്രോഡക്റ്റ് കണ്ണുടച്ചിട്ടുള്ള CO2 plus H2. ഏത് ഹൈഡ്രോ കാർബണും ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് രണ്ടേ രണ്ട് പ്രോഡക്റ്റേ ഉള്ളൂ, CO2 H2. മാറ്റമൊന്നും ഉണ്ടാവില്ല, CO2 H2 തന്നെയാണ് പ്രോഡക്റ്റ്. അപ്പോ CH4 react with O2 gives CO2 plus H2. Then in ബാലൻസിംഗ് എഴുതണം. ബാലൻസിംഗ് എന്ന രീതിയിലാണ് കാർബൺ എണ്ണം അനുസരിച്ചാണ് ബാലൻസ് ചെയ്യുന്നത്. ഇവിടെ കാർബൺ ഒന്നാണ്, അപ്പൊ അത്രയും തന്നെ കാർബൺ ഡയോക്സൈഡ്. കാർബൺ എത്ര ഉണ്ടോ അത്രയും തന്നെ കാർബൺ ഡയോക്സൈഡ്. അതിൽ ഒന്ന് കൂട്ടി വാട്ടർ ഇടാം. ഇവിടെ ഒരു കാർബൺ ഡയോക്സൈഡ് ആണ്, അപ്പൊ വാട്ടറിന്റെ എണ്ണം 2. ഇനി ഓക്സിജനെ കൂടി ബാലൻസ് ചെയ്യണം. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ കാർബൺ എണ്ണം തന്നെയാണ്. ഇതാണ് ഇക്വേഷൻ. 3n plus 1 divided by 2 എന്ന ഇക്വേഷൻ എടുക്കുക. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആണ്. അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 3. 3 into 1 plus 1 divided by 2, that is equal to 4 divided by 2 equal to 2. ആ 2 ഇവിടെ ഇതാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്തിരിക്കുന്നത്. പ്രോഡക്റ്റ് മാറ്റമൊന്നുമില്ല, കാർബൺ ഡയോക്സൈഡ് മാറ്റും. ഇതൊന്ന് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുകയാണ് കാർബണിന്റെ എണ്ണം തന്നെ കാർബൺ ഡയോക്സൈഡ്, അതിൽ നിന്ന് ഒന്ന് കൂട്ടി വാട്ടർ. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ ഇക്വേഷൻ ഉപയോഗിക്കുക. 3n plus 1 divided by 2. ഇതാണ് കമ്പഷൻ റിയാക്ഷൻ. മൂന്നാമത്തെ റിയാക്ഷൻ പോളിമറൈസേഷൻ. പോളിമറൈസേഷനിൽ മൂന്ന് റിയാക്ഷൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടേക്കാം. ഒന്നാമത്തെ CH2 ഡബിൾ ബോണ്ട് CH2 റിയാക്ഷൻ പോളിമറൈസേഷൻ.
പോളിമറൈസേഷൻ റിയാക്ഷൻ എങ്ങനെ തിരിച്ചറിയുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മാൾ ലെറ്റർ N ഉണ്ടെങ്കിൽ സ്മാൾ ലെറ്റർ N റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിയാക്ടറിന്റെ പേര് പോളിമറൈസേഷൻ. നിങ്ങൾ ചെയ്യുന്നത് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കി പ്രോഡക്റ്റ് വരിക. ഡബിൾ ബോണ്ട് കിടക്കുന്ന ഭാഗം സിംഗിൾ ബോണ്ട് ആക്കുക. CH2 സിംഗിൾ ബോണ്ട് CH2 എന്നിട്ട് രണ്ട് സൈഡിൽ പോലെ വരയിടുക. ആ വര മുറിച്ചുകൊണ്ട് ബ്രാക്കറ്റ് ഇടുക. N കൊണ്ടുവന്ന് താഴെ ഇടുക. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 അല്ലെങ്കിൽ CH2 സിംഗിൾ ബോണ്ട് CH2 വേണ്ടി രണ്ട് സൈഡിൽ പോലെ വരയിട്ടു, ബ്രാക്കറ്റ് ഇട്ടു, N ഇട്ടു. ഇതാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. ഇത് ഒരെണ്ണം. അതുപോലെ മൂന്ന് തവണ പഠിക്കാൻ പറഞ്ഞത് രണ്ടാമത്തത് NCH2 ഡബിൾ ബോണ്ട് CHCl. ഇതിനെ പോളിമറൈസ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കി വരിക. CH2 സിംഗിൾ ബോണ്ട് CH താഴോട്ട് Cl വലത്തോട്ടും ഇടത്തോട്ടും ഓരോ വര ബ്രാക്കറ്റ് N. ഇതാണ് രണ്ടാമത്തെ റിയാക്ഷൻ, പോളിമറൈസേഷന്റെ രണ്ടാമത്തെ. ഓക്കെ, മൂന്നാമത്തെ എന്ന് പറയുന്നത് CF2 ഡബിൾ ബോണ്ട് CF2 ടു ഗീവ് CF2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കുക. CF2 രണ്ട് വര ബ്രാക്കറ്റ് N. ഈ മൂന്ന് റിയാക്ഷനാണ് നിങ്ങൾ പ്രധാനമായിട്ടും പോളിമറൈസേഷൻ പഠിക്കേണ്ടത്. ഒന്നാമത്തെ NCH2 ഡബിൾ ബോണ്ട് CH2, രണ്ടാമത്തെ NCH2 ഡബിൾ ബോണ്ട് CHCl, മൂന്നാമത്തെ NCF2 ഡബിൾ ബോണ്ട് CF2. ഇതിന്റെ പേര് കൂടി പഠിച്ചേക്കണം. ഇതിന്റെ പേര്, ഈ പോളിമറിന്റെ പേര് പോളിയെഥീൻ. ഈ പോളിമറിന്റെ പേരാണ് പോളിയെഥീൻ. ഇതിനെ വിളിക്കുന്നത്, റിയാക്റ്റന്റിനെ വിളിക്കുന്ന പേര് മോണോമർ എന്ന് വിളിക്കും. മോണോമറിന്റെ പേരാണ് എഥീൻ. അപ്പൊ എഥീൻ എന്ന മോണോമറിനെ പോളിമറൈസ് ചെയ്തിരിക്കുന്നത് പോളിയെഥീൻ. ഇതിന്റെ പേര് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ്. അപ്പൊ ഈ മോണോമറിന്റെ പേര് വിനൈൽ ക്ലോറൈഡ്. ഈ പോളിമറിന്റെ പേരാണ് PVC, പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പൊ വിനൈൽ ക്ലോറൈഡിനെ പോളിമറൈസ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് PVC. അപ്പൊ CF2 ഡബിൾ ബോണ്ട് CF2 പോളിമറൈസ് ചെയ്ത് നമുക്ക് CF2 സിംഗിൾ ബോണ്ട് CF2 വര ബ്രാക്കറ്റ് എൻഡേഴ്സ്. ഈ മോണോമറിന്റെ പേര് ടെട്രാ ഫ്ലൂറോ എഥീൻ. ഇതിന്റെ പോളിമറിന്റെ പേര് പോളി ടെട്രാ ഫ്ലൂറോ എഥീൻ. ഇതിനൊരു കോമൺ നെയിം ഉണ്ട്, അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന്റെ കോമൺ നെയിം ആണ് ടെഫ്ലോൺ. അപ്പൊ ടെഫ്ലോണിന്റെ റിയാക്ഷൻ എഴുതാൻ ചോദിച്ചു അതാണ് NCF2 ഡബിൾ ബോണ്ട് CF2 സിംഗിൾ ബോണ്ട് CF2 രണ്ട് വര ബ്രാക്കറ്റ് എൻഡേഴ്സ്. ഈ മൂന്ന് പോളിമർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഉറപ്പാണ്. ഞാൻ ഈ ടെഫ്ലോൺ എന്ന പോളിമറിന്റെ ഒരു യൂസ് കൂടി പഠിച്ചേക്കണം. നോൺ സ്റ്റിക്കി പാൻസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ടെഫ്ലോൺ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, നോൺ സ്റ്റിക്കി പാൻസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് ടെഫ്ലോൺ. അതിന്റെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ NCF2 ഡബിൾ ബോണ്ട് CF2 CF2 സിംഗിൾ ബോണ്ട് CF2 എന്ന് വര ബ്രാക്കറ്റ്. ഇതാണ് ഫസ്റ്റത്തെ നാല് റിയാക്ഷൻസ്. ലാസ്റ്റ് വൺ തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH2 CH2 CH3 ടെമ്പറേച്ചർ ഉപയോഗിക്കും. ഹീറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ ചെയിൻ വിഘടിച്ച് രണ്ടായി മാറും. അതായത് നമുക്ക് ഇങ്ങനെ വിഘടിപ്പിക്കാം, CH4 പ്ലസ് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2. അതായത് മൂന്ന് കാർബണുള്ള ഒരു ആൽക്കീനും ഒരു കാർബണുള്ള ഒരു ആൽക്കീനും. Another example, CH3 CH2 CH2 heated to give CH4 plus CH2 ഡബിൾ ബോണ്ട് CH2. അതായത് ഒരു സിംഗിൾ ബോണ്ടുള്ള ലോങ് ചെയിൻ ഹൈഡ്രോകാർബൺ വിഘടിച്ച് ഒരു ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടും ഒരു സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്, അതായത് ഒരു ആൽക്കീനുമായിട്ട് മാറുന്ന റിയാക്ഷൻ എടുക്കുന്ന പേരാണ് തെർമൽ ക്രാക്കിംഗ്. നോക്കുക, രണ്ടിലും കാർബൺ മാത്രമേ ഉള്ളൂ. അപ്പൊ തെർമൽ ക്രാക്കിംഗ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരേ ഒരു റിയാക്ടന്റ് രണ്ടായിട്ട് മാറുന്നു, റിയാക്ഷന്റെ പേര് തെർമൽ ക്രാക്കിംഗ്. N ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് പോളിമറൈസേഷൻ. ഓക്സിജനുള്ള റിയാക്ഷൻ കമ്പഷൻ. ആൽക്കീനകത്തോ ആൽക്കൈനകത്തോ നടക്കുന്ന റിയാക്ഷൻ അഡീഷൻ. ആൽക്കൈനകത്ത് നടക്കുന്ന റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും, HCl HBr. ഇതാണ് ആദ്യത്തെ പാർട്ട്, 5 റിയാക്ഷൻ. അടുത്തത് കുറച്ച് കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷൻ ആണ്. ഒന്നാമത്തെ കോമ്പൗണ്ട് മെഥനോൾ. മെഥനോളിന്റെ വേറെ പേരുണ്ട് വുഡ് സ്പിരിറ്റ്. അപ്പൊ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ആണ് മെഥനോൾ. മോളിക്കുലർ ഫോർമുല CH3OH. ഇത് പെയിന്റുകളിലും വാർണിഷുകളിലുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പെയിന്റുകളിലും വാർണിഷുകളിലും യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഥനോൾ. ഇതിന്റെ പ്രിപ്പറേഷൻ CO plus 2H2 gives CH3OH.
CO plus 2H2 gives CH3OH using 8 catalysts. ഈ റിയാക്ഷൻ പഠിച്ചോണം. അപ്പോൾ മെഥനോളിന്റെ പ്രിപ്പറേഷൻ CO plus 2H2 gives CH3OH. ഇത്രയും പഠിച്ചാൽ മതി. മെഥനോൾ അറിയപ്പെടുന്ന റൂട്ട് സ്പിരിറ്റ്, മോളിക്യുലർ ഫോർമുല CH3OH, പെയിന്റിന്റെ മോളിക്യൂൾസ് യൂസ് ചെയ്യുന്നു. ഇക്വേഷൻ CO plus 2H2 gives CH3OH. രണ്ടാമത്തെ ആൽക്കഹോളാണ് എഥനോൾ. മോളിക്യുലർ ഫോർമുല C2H5OH, അറിയപ്പെടുന്നത് ഗ്രേപ്പ് സ്പിരിറ്റ്. ഗ്രേപ്പ് സ്പിരിറ്റ് അറിയപ്പെടുന്ന ആൽക്കഹോളാണ് എഥനോൾ. എഥനോളിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ട് റിയാക്ഷനുകളാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. എഥനോളിന്റെ പ്രിപ്പറേഷൻ ഒന്നാമത് സീത്തോൾ H22O11 ഷുഗർ എന്ന് പറയും, പ്ലസ് H2O. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ, ഷുഗർ വാട്ടറിലൂടെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഷുഗർ സൊല്യൂഷൻ. അപ്പൊ ഷുഗർ സൊല്യൂഷനകത്ത് ഈസ്റ്റ് ചേർക്കുന്നു. ഷുഗർ സൊല്യൂഷനകത്ത് ഈസ്റ്റ് ചേർത്താണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? എഥനോൾ. ഈസ്റ്റിനകത്ത് രണ്ട് എൻസൈംസ് ഉണ്ട്. ഒന്നാമത്തെ എൻസൈമിന്റെ പേര് ഇൻവെർട്ടേസ്. ഓക്കേ, അപ്പോൾ ഫസ്റ്റ് വൺ സീത്തോൾ H22O11 ഷുഗർ പ്ലസ് വാട്ടർ ഷുഗർ സൊല്യൂഷൻ. ഇൻവെർട്ടേസ് എന്ന എൻസൈം, ഇവിടുത്തെ ഈസ്റ്റിലെ ഇൻവെർട്ടേസ് എന്ന എൻസൈം C6H12O6 പ്ലസ് C6H12O6 ഗ്ലൂക്കോസ്, രണ്ടാമത്തെ ഫ്രക്ടോസ്. രണ്ടും ഒരേ മോളിക്യുലർ ഫോർമുലയാണ്, പേര് വ്യത്യാസമാണ്. ഒന്നാമത്തെ ഗ്ലൂക്കോസ്, രണ്ടാമത്തെ ഫ്രക്ടോസ്. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും C6H12O6 രണ്ടാമത്തെ എൻസൈമായ സൈമേസ്, ഒന്നാമത്തെ എൻസൈമിന്റെ പേര് ഇൻവെർട്ടേസ്, രണ്ടാമത്തെ എൻസൈമിന്റെ പേര് സൈമേസ്, നമുക്ക് ആവശ്യമുള്ള ആൽക്കഹോളായ C2H5OH ഉം കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി ആൽക്കഹോൾ. ഈ രണ്ട് റിയാക്ഷൻ പഠിച്ചോണം. ഈ ഇൻവെർട്ടേസ് എന്ന എൻസൈം സൈമേസ് എന്ന എൻസൈം പൂരിപ്പിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഗ്ലൂക്കോസ്, ഷുഗർ സൊല്യൂഷനായി ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുന്ന എൻസൈം ഇൻവെർട്ടേസ്, then ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഈഥൈൽ ആൽക്കഹോളിനെ എഥനോൾ ആക്കി മാറ്റുന്നതാണ് സൈമേസ് എന്ന എൻസൈം. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ആൽക്കഹോളിനെ വിളിക്കുന്ന പേരാണ് വാഷ്. വാഷിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 8 to 10% ആണ്. അപ്പൊ 8 to 10% ആൽക്കഹോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാഷ്. അപ്പൊ 8 to 10% ആൽക്കഹോൾ is called wash. 8 to 10% ആൽക്കഹോൾ വാഷ് എന്നറിയപ്പെടുന്നു. 95.6% ആൽക്കഹോൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. 99.5% ആൽക്കഹോൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു. പെട്രോളും ആൽക്കഹോളൂടെ ചേർന്ന് വിളിക്കുന്ന പേര് പവർ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു. പോയിസൺ ചേർത്ത് വെച്ചിരിക്കുന്ന ആൽക്കഹോളിനെ വിളിക്കുന്ന പേര് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. ഇത്രയും ഭാഗം നിങ്ങൾ ഈ എഥനോളിനകത്ത് പഠിക്കും. അപ്പൊ 8 to 10% വാഷ്, 95.6% റെക്ടിഫൈഡ് സ്പിരിറ്റ്, 99.5% അബ്സല്യൂട്ട് ആൽക്കഹോൾ, പെട്രോൾ ആൽക്കഹോൾ ചേർന്ന് പവർ ആൽക്കഹോൾ, പോയിസണും ആൽക്കഹോളോട് ചേർന്ന് വിളിക്കുന്ന പേര് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. ഇതാണ് എഥനോളിൽ നിങ്ങൾ പഠിക്കുന്നത്. മൂന്നാമത്തെ കോമ്പൗണ്ട് എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡിന്റെ മോളിക്യുലർ ഫോർമുല CH3COOH. ഇതാണ് എഥനോയിക് ആസിഡിന്റെ മോളിക്യുലർ ഫോർമുല CH3COOH. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CH3OH plus CO to give. ഇത് നോക്കിയേ CH3COOH എന്നാണ്. അപ്പൊ CH3OH ന്റെ സെന്ററിലേക്ക് CO വന്നാൽ മതി ഈ കോമ്പൗണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് CH3COOH. ഈ ആസിഡിന്റെ പേരാണ് എഥനോയിക് ആസിഡ്. ഈ ആൽക്കഹോളിന്റെ പേര് മെഥനോൾ. അപ്പൊ മെഥനോൾ റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് ടു ഗിവ് എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡിന്റെ മറ്റൊരു പേരുണ്ട് അസറ്റിക് ആസിഡ്. ഈ അസറ്റിക് ആസിഡിന്റെ 5 to 8% വിളിക്കുന്ന ഒരു പേരുണ്ട് വിനേഗർ. വിനാഗിരി.
അപ്പോൾ 5 to 8% അസിറ്റിക് ആസിഡ് ഈസ് കോൾഡ് വിനേഗർ. ഓക്കെ, അപ്പോൾ അസിറ്റിക് ആസിഡ് നമുക്ക് ഇത്രയും പഠിക്കാം. അസിറ്റിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ, അസിറ്റിക് ആസിഡ് IUPAC മെഥനോയിക് ആസിഡ്, അസിറ്റിക് ആസിഡിന്റെ 5 to 8% ലഭിക്കുന്ന പേരാണ് വിനേഗർ. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് എസ്റ്റർ. ഓക്കെ, എസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ COO എന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ചേർന്ന് വരുന്നതിന് വിളിക്കുന്ന പേരാണ് എസ്റ്റർ. എസ്റ്ററിന്റെ പ്രിപ്പറേഷനും അതിന്റെ പേരിടാനുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്. അപ്പൊ എസ്റ്റർ ഒരു ആൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡോട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എസ്റ്റർ. അപ്പോൾ ഒരു ആൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡോട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എസ്റ്റർ. എക്സാമ്പിൾ CH3OH plus CH3COOH to give CH3COOCH3. ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴും റിയാക്ഷൻ എഴുതുമ്പോൾ എസ്റ്ററിന്റെ റിയാക്ഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് എഴുതുന്ന ആസിഡാണ്. അപ്പൊ CH3COOH അവരെ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എഴുതുക, കാരണം പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടാനുള്ള എളുപ്പമാണ്. അപ്പൊ ഫസ്റ്റ് ആസിഡ് COH വരുന്നതിന് ആദ്യം എഴുതുക, CH3COH പ്ലസ് രണ്ടാമത് ആൽക്കഹോൾ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. അതായത് CH3OH കിടക്കുന്ന ഇങ്ങനെ എഴുതുക OHCH3. ഓക്കെ, എന്നിട്ട് ഈ ആൽക്കഹോളിൽ കിടക്കുന്ന OH-ഉം ആസിഡിൽ കിടക്കുന്ന H-ഉം കൂടെ ക്യാൻസൽ ചെയ്തതാണ്. അപ്പൊ ഇത്രയും ഭാഗം ബാക്കി കൂട്ടിച്ചേർക്കുക CH3COOCH3 ഇങ്ങനെയാണ് എപ്പോഴും റിയാക്ഷൻ. എസ്റ്ററിന്റെ റിയാക്ഷൻ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ആസിഡ്, സെക്കൻഡ് ആൽക്കഹോൾ റിവേഴ്സ് ഓർഡർ എഴുതുക. അതായത് OH ആദ്യം എഴുതണം, ആൽക്കഹോൾ പിന്നെ എഴുതാവും. എന്നിട്ട് ആൽക്കഹോളിന്റെ OH-ഉം ആസിഡിന്റെ H-ഉം കൂടെ കട്ട് ചെയ്ത് കൂട്ടിച്ചേർക്കുക. അപ്പോൾ നമുക്ക് എസ്റ്റർ എഴുതും. ഓക്കെ, അപ്പോൾ ഒരു ആൽക്കഹോൾ ഒരു ആസിഡ് റിയാക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് എസ്റ്റർ. ഇനി എസ്റ്ററിന്റെ പേര് എങ്ങനെയാണ്? എസ്റ്ററിന്റെ പേരിടാനുള്ള എളുപ്പമാർഗം CO വരെ ഉള്ളതിനെ ഒരു പാർട്ടാക്കുക, അത് കഴിഞ്ഞുള്ളത് രണ്ടാമത്തെ. CO വരെ ഉള്ളത് ഒരു പാർട്ട്, CH3 രണ്ടാമത്തെ പാർട്ട്, അല്ലെങ്കിൽ അടുത്ത വരുന്നത് രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ ആ പേര് ഇങ്ങനെ ഇടുക. ഈ CO വരെ ഉള്ളതിനെ നോയേറ്റ് എന്ന് അവസാനിപ്പിച്ച് പേര്, നോയേറ്റ് എന്ന് അവസാനിപ്പിച്ചു. അതായത് ഇത് രണ്ട് കാർബണിലെ രണ്ട് കാർബൺ ആകുമ്പോൾ എഥനോയേറ്റ്. അപ്പൊ രണ്ട് കാർബൺ നോയേറ്റ് കൂടെ വരുമ്പോൾ എഥനോയേറ്റ്. രണ്ടാമത്തെ പാർട്ടിനെ ആൽക്കൈൽ ആയിട്ട് പറയാം. ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ ഒരു കാർബണുള്ള ആൽക്കൈൽ മീഥൈൽ. പേര് തിരിച്ചു പറയണം, മീഥൈൽ എഥനോയേറ്റ്. ഇതാണ് ഈ എസ്റ്ററിന്റെ പേര്. അപ്പൊ CO വരെ ഉള്ള ഒരു പാർട്ട്, അത് കഴിഞ്ഞത് രണ്ടാമത്. CO വരെയുള്ള പാർട്ടിന് നോയേറ്റ് എന്ന് ചേർത്ത് പറയുക. രണ്ടാമത്തെ പാർട്ട് വൈയിൽ ചേർത്ത് പറയുക. അപ്പൊ മീഥൈൽ. പേര് തിരിച്ചു പറയണം, മീഥൈൽ എഥനോയേറ്റ്. Another example. CH3COOH react with OH CH2CH3 to give OH acid H കൂടെ കട്ട് ചെയ്തവ കൂട്ടിച്ചേർക്കുക. CH3COOCH2CH3. ഇവിടെ പേരെന്താ? CO വരെയുള്ള ഒരു പാർട്ട്. ഈ പാർട്ടിന് നോയേറ്റ് നിൽക്കണം. രണ്ട് കാർബൺ ആവുമ്പോൾ എത്ത്, അതിന്റെ കൂടെ നോയേറ്റ് കൂടെ എഥനോയേറ്റ്. ഇത് രണ്ട് കാർബണുള്ള ഈഥൈൽ. അപ്പൊ പേര് ഈഥൈൽ എഥനോയേറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് എസ്റ്ററിന്റെ പേര്. ഇത് റിയാക്ഷൻ എഴുതാനുള്ള മാർഗം. പ്രോഡക്റ്റ് എഴുതുന്നു, പേരിടാൻ പറ്റും. ഈ ഒരു കാര്യം ഇതിനകത്ത് പഠിക്കണം. പേരിൽ നിന്ന് എസ്റ്ററിന്റെ മോളിക്യൂലർ ഫോർമുല തിരിച്ച് റിയാക്ഷൻ എഴുതാൻ പഠിക്കും. അപ്പൊ അവരുടെ പേര് മീഥൈൽ പ്രൊപ്പനോയേറ്റ്. പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ ആൽക്കഹോളും ആസിഡും ഏതാണെന്ന് എഴുതുക. റിയാക്ഷൻ കംപ്ലീറ്റ് ആണ്. അപ്പൊ ആ പേരിൽ നിന്ന് നിങ്ങൾ റിയാക്ഷൻ എത്തണം. എങ്ങനെ എത്തുന്നു വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ. ഈ പേരിന്റെ ഫസ്റ്റ് കിടക്കുന്നത് മീഥൈൽ എന്നും സെക്കൻഡ് കിടക്കുന്നത് പ്രൊപ്പനോയേറ്റ്. അപ്പൊ മീഥൈൽ പ്രൊപ്പനോയേറ്റ് ആണല്ലോ എസ്റ്റർ. അതിലെ ഫസ്റ്റ് മീഥൈൽ, അത് വെച്ച് വരുന്ന ആൽക്കഹോൾ എഴുതുക. മീഥൈൽ വെച്ചുള്ള ആൽക്കഹോൾ മെഥനോൾ, ഈഥൈൽ വെച്ചുള്ള ആൽക്കഹോൾ എഥനോൾ, പ്രൊപ്പൈൽ വെച്ചുള്ള ആൽക്കഹോൾ പ്രൊപ്പനോൾ. അപ്പൊ ഐൽ എന്ന് വരുന്നതിന് ആൽക്കഹോൾ ആക്കി മാറ്റുക. മീഥൈൽ മെഥനോൾ. രണ്ടാമത്തത് പ്രൊപ്പനോയേറ്റ്, അതിനെ മാറ്റുക പ്രൊപ്പനോയിക് ആസിഡ് എന്നാണ്. അപ്പൊ ഓയിക് ആസിഡ് ചേർത്ത്
ഐൽ എന്നത് ആൽക്കഹോളും നോയറ്റ് എന്നത് ആസിഡുമാക്കി മാറ്റും. അപ്പൊ രണ്ടുമായി മെഥനോളുമായി പ്രൊപ്പനോയിക് ആസിഡുമായി ഇത് രണ്ടുകൂടെ റിയാക്ട് ചെയ്ത എസ്റ്ററിന്റെ പേരാണ് മീഥൈൽ പ്രൊപ്പനേറ്റ്. അപ്പൊ ഐൽ എന്നത് ഓളായിട്ടും നോയറ്റ് എന്നത് ഓയിക് ആസിഡും കൺവേർട്ട് ചെയ്തെടുക്കുക. ഇത് രണ്ടുകൂടെ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഈ കിടക്കുന്ന മീഥൈൽ പ്രൊപ്പനേറ്റ്. ഇനി മോളിക്കുലർ ഫോർമുല എഴുതുക. മെഥനോൾ CH3OH, പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH2 COH, 3 കാർബണുള്ള ആസിഡ്. റിയാക്ഷൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം ആസിഡ് ഇടണം, പിന്നെ ആൽക്കഹോൾ റിവേഴ്സ് കൊണ്ട് ഇടണം. അപ്പൊ ഫസ്റ്റ് ആസിഡ് പ്ലസ് ആൽക്കഹോൾ OH CH, OH ഉം H യുടെ വെട്ടിക്കളയുക, ഗീവ്സ് ഇത് വായിച്ചാൽ കൂട്ടിച്ചേർക്കുക CH3 CH2 COO. അത് കഴിഞ്ഞ് പിന്നെ CH3 ഉള്ളൂ. ഇതാണ് റിയാക്ഷൻ. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഫൈനൽ എക്സാമിന്റെ ഒരു റിവിഷൻ ക്ലാസ് മാത്രമാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു സമ്മറി മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് മെയിൻ പോയിന്റ്സുകൾ മാത്രം പറഞ്ഞാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എഫക്റ്റീവ് ആവും എന്തായാലും, കാരണം ഞാൻ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എഫക്റ്റീവ് ആവും. പിന്നെ നല്ലപോലെ പഠിച്ച് എക്സാം പാസ്സായി A+ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ പഠിക്കുക. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്തായാലും ക്ലാസ്. അതിനനുസരിച്ച് നോക്കുക.